ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ചായ കുടിക്കാനായി ഇറങ്ങിയതാണ്. ഒരു വെജിറ്റേറിയൻ കടയിലാണ് കയറിയത്. മസാല ദോശയും ചായയുമാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ സ്വന്തം മച്ചു അത് സർവ് ചെയ്തു തന്നു. അവിടുന്ന് അതും കഴിച്ച് നേരെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടി പച്ചക്കറി കടയിലേക്ക്. തക്കാളിക്ക് 25 രൂപയായിരുന്നു വില. ഞങ്ങൾ അവിടുന്ന് കുറച്ച് പച്ചക്കറിയും മേടിച്ച് കുറച്ച് ആപ്പിളും നാരങ്ങയും എല്ലാം മേടിച്ച് നേരെ ബില്ല് ചെയ്ത് തൊട്ടടുത്തുള്ള അരിപ്പീടികയിലേക്ക്. അവിടുന്ന് അരിയൊക്കെ മേടിച്ച് നേരെ പാർക്കിങ്ങിലേക്ക്. നാട്ടിൽ ഓണമായത് കാരണം ഇവിടെ പൂവിപണി സജീവമായി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു അമ്മച്ചി പയർവർഗ്ഗങ്ങൾ വിൽക്കുന്നത് കണ്ടു. ഞാൻ അവിടെ നിന്നും നേരെ റാപ്പിഡോ ആപ്പ് ബുക്ക് ചെയ്ത് കലാസ്പാളയത്തേക്ക് പോകാൻ ഒരുങ്ങി. കെആർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. മെട്രോ കെയറിലാണ് ഉദ്ദേശം. ഇതുവരെ മെട്രോ കയറിയിട്ടില്ല. റാപ്പിഡോ ആപ്പിനെ പറ്റി ഞാൻ വിശദമായി പിന്നീടൊരു വീഡിയോ ചെയ്യാം. ഞാൻ ബൈക്കിനായി വെയിറ്റ് ചെയ്തിരുന്നു. ബൈക്ക് വന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. നേരെ കെആർ മാർക്കറ്റിലേക്ക്. ബൈക്കായത് കാരണം എല്ലാ ഈടുവഴിയിലൂടെയും പോകാൻ പറ്റി. സമയലാഭത്തിനായി റാപ്പിഡോൻ്റെ ബൈക്കാണ് നല്ലത്. 166 രൂപയായിരുന്നു കെആർ മാർക്കറ്റിലേക്ക്. എല്ലാ പോക്കറ്റ് റോഡിലൂടെയും പെട്ടെന്ന് തന്നെ എന്നെ കെആർ മാർക്കറ്റിൽ എത്തിച്ചു. അവിടെ നിന്നും ഞാൻ ഗൂഗിൾ പേ വഴി പൈസ കൊടുത്തു. മഴ പെയ്താൽ ബൈക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്. മഴയൊന്നുമില്ലെങ്കിൽ റാപ്പിഡോ ബൈക്കാണ് നല്ലത്. തൊട്ടടുത്തായി ദി മൈസൂരു സർജിക്കൽ ഹൗസ് എന്നൊരു ഷോപ്പ് കണ്ടു. അവിടെ എൻ്റെ മകന് പറ്റിയ ഒരു വാക്കർ കണ്ടു. 700 രൂപയായിരുന്നു വില. നാട്ടിൽ ഇതിന് ഹോൾസെയിൽ ഷോപ്പിൽ തന്നെ 1000-ൻ്റെ മേലെയുണ്ട്. സാധാ ഷോപ്പിൽ 2000-ന് മുകളിലും. നല്ല ലാഭമാണെന്ന് തോന്നി. ഇതാണ് കെആർ മാർക്കറ്റ് മെട്രോ. ഞാൻ നേരെ മെട്രോയിലേക്ക്. ഇവിടെ വീഡിയോ അലോട്ട് ഉണ്ടായിരുന്നില്ല. രഹസ്യമായിരുന്നു വീഡിയോ ചെയ്തത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഒരുങ്ങി. അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. ആദ്യമായി മെട്രോയിൽ പോകുന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് കുഴങ്ങി. അവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് നേരെ പ്ലാറ്റ്ഫോമിലേക്ക്. മെട്രോ മുഴുവനും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങും ഉണ്ടായിരുന്നു. ഇതാണ് ടിക്കറ്റ്. ഞാൻ പ്ലാറ്റ്ഫോമിൽ മെട്രോയ്ക്കായി വെയിറ്റ് ചെയ്തു. മെട്രോ വന്ന് അതിൽ കയറി. നല്ല തിരക്കായിരുന്നു. സമയം ഒരു 11 മണി ആയിട്ടേ ഉള്ളൂ. ഇത്ര തിരക്കുണ്ടെങ്കിൽ വൈകുന്നേരം ചിന്തിക്കാൻ പറ്റില്ല.
ഞാൻ കെ ആർ മാർക്കറ്റിൽ നിന്നും മെജസ്റ്റിക്കിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. 15 രൂപയായിരുന്നു ടിക്കറ്റ്. 2 സ്റ്റോപ്പ് അപ്പുറത്താണ് മെജസ്റ്റിക്. കെ ആർ മാർക്കറ്റ് കഴിഞ്ഞാൽ ചിക്പേട്ട്, പിന്നെ മെജസ്റ്റിക്. എനിക്കിറങ്ങേണ്ട സ്റ്റോപ്പ് ആവാറായി. കെ ആർ മാർക്കറ്റിനെ അപേക്ഷിച്ച് മെജസ്റ്റിക്കിൽ നല്ല തിരക്കായിരുന്നു. മെട്രോയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പേ ആളുകൾ കയറി തുടങ്ങിയിരുന്നു. മെജസ്റ്റിക്കിൽ ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു. സെക്യൂരിറ്റി പറഞ്ഞു എക്സിറ്റ് മുകളിലത്തെ നിലയിലാണെന്ന്. എന്നെപ്പോലെ തന്നെ മെട്രോയിൽ ആദ്യമായി വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ നേരെ മേലയിലേക്ക് പോയി. ടിക്കറ്റ് ഒരു ഓർമ്മയ്ക്കായി സൂക്ഷിക്കാമെന്ന് കരുതി കൈമൽ വെച്ചതായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് അവിടെ നിക്ഷേപിക്കണമെന്ന്. ഞാൻ പിന്നെയും വഴിയറിയാതെ കുറച്ച് കറങ്ങി. പിന്നീടാണ് അറിഞ്ഞത് ഇതിൻ്റെയും മേലോട്ട് പോകണമെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് മുന്നോട്ട് പോയി. നല്ല തിരക്കായിരുന്നു മെജസ്റ്റിക്കിൽ. മെജസ്റ്റിക്കിലേക്ക് പോകാനായി എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. അവൾ മെജസ്റ്റിക്കിലേക്കായിരുന്നു. ഇവിടെ ബാംഗ്ലൂരിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു. വീട് ഷിമോഗയിലാണെന്ന് പറഞ്ഞു. പേര് ചോദിക്കാൻ വിട്ടുപോയിരുന്നു. അവൾ മൊബൈലിൽ ടിക്കറ്റ് എടുത്തത് കാരണം മൊബൈൽ സ്കാൻ ചെയ്ത് പുറത്തോട്ട് പോയി. ഞാൻ അവിടെ എൻ്റെ ടിക്കറ്റ് നിക്ഷേപിച്ചതിന് ശേഷം നേരെ മെജസ്റ്റിക്കിലേക്ക്. മെജസ്റ്റിക്കിൽ ഞാനൊരു അങ്കിളിനെ പരിചയപ്പെട്ടു. ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് 2 ചായയൊക്കെ കുടിച്ചു. എനിക്ക് തിരിച്ചു പോവേണ്ട സ്ഥലം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ബസ് കയറ്റിത്തരാമെന്ന് പറഞ്ഞു. എനിക്കായി 5 മിനിറ്റ് സമയം അവർ ചെലവഴിച്ചു. എനിക്ക് പോവേണ്ട ബസ് 342 ബസ്സായിരുന്നു. അഗ്ര എന്ന സ്ഥലത്തേക്കായിരുന്നു എനിക്ക് പോവേണ്ടത്. അങ്കിളിൻ്റെ മക്കൾ 2 പേരും അമേരിക്കയിൽ സെറ്റിൽഡാണ്. അവിടുത്തെ പൗരത്വമുണ്ട് അവർക്ക്. അങ്കിൾ എനിക്ക് പോവേണ്ട ബസ് തിരഞ്ഞു നടക്കുന്നുണ്ട്. മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ അത്ര തിരക്കൊന്നും കണ്ടില്ല. ഇവിടെ ഒരു ലേഡീസ് കണ്ടക്ടറെ കണ്ടു. എനിക്ക് പോവേണ്ട ബസ് അങ്കിൾ കാണിച്ചു തന്നു. ഞാൻ നേരെ ബസ്സിലേക്ക്. ലോ ഫ്ലോർ ബസ്സായിരുന്നു. ബസ്സിൽ സീറ്റുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ബേക്കിലുള്ള സീറ്റിൽ പോയിരുന്നു. അവിടെ എനിക്ക് 2 ഇരട്ടക്കുട്ടികളെ കാണാനിടയായി. അർഷിയ, മുബീന.
കൂടെ അവരുടെ മാമനും ഉണ്ടായിരുന്നു. അങ്കിൾ എനിക്ക് സീറ്റ് കിട്ടിയോ എന്നറിയാൻ ബസ്സിൽ കയറി നോക്കി. ബായ് പറഞ്ഞു അങ്കിൾ പോയി. വീണ്ടും അങ്കിളിനോട് ടാറ്റ പറഞ്ഞ് ഞാൻ യാത്രയായി. ശ്രീനിവാസ് എന്നായിരുന്നു അങ്കിളിൻ്റെ പേര്. നല്ല മനുഷ്യനായിരുന്നു. എൻ്റെ ബസ് മുന്നോട്ട് പോയി. സർജാപുര പോകുന്ന ബസ്സായിരുന്നു. കണ്ടക്ടർ പൈസ മേടിക്കാനായി എൻ്റെ അടുക്കലെത്തി. 35 രൂപയായിരുന്നു എനിക്ക് പോവേണ്ടിടത്തേക്കുള്ള ടിക്കറ്റിൻ്റെ ചാർജ്. ചില്ലറയില്ലെങ്കിൽ ഗൂഗിൾ പേ സൗകര്യവും ഉണ്ടായിരുന്നു. ഓരോ സ്റ്റോപ്പെത്തുമ്പോഴും അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു ബസ്സിൽ. കണ്ടക്ടർ വിളിച്ചു പറയൽ വേറെയും ഉണ്ടായിരുന്നു. ബസ് കുറച്ച് മുന്നോട്ട് ഓടിയപ്പോഴേക്കും ബസ്സിൽ നിറയെ യാത്രക്കാരായിരുന്നു. നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. ലോ ഫ്ലോർ AC ബസ്സായത് കാരണം കുറച്ച് സമാധാനമുണ്ട്. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി. ബസ്സിൽ സ്ഥലമില്ലാത്തത് കാരണം പ്ലാറ്റ്ഫോമിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി കുട്ടികളോട് ബായ് പറഞ്ഞ് നേരെ പാർക്കിങ്ങിലേക്ക്. പാർക്കിങ്ങിൽ നമ്മുടെ എല്ലാ റൂട്ടിലോടുന്ന ബസ്സും ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ മേടിച്ച സാധനങ്ങളൊക്കെ കൊണ്ട് ചോറും കറിയും ഉണ്ടാക്കി വച്ചിരുന്നു. ഇവിടെ എല്ലാവരും കഴിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ കുറച്ച് നേരം വൈകിപ്പോയി. ബസ്സിൽ യാത്ര നല്ല സമയമെടുത്തു. നല്ല ചോറും കറിയുമായിരുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.